നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച് CPM ജില്ലാ നേതൃത്വങ്ങൾ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം. MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും വിമർശനം. ഇതുവരെ 10 ജില്ലാ നേതൃയോഗങ്ങൾ പൂർത്തിയായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ എല്ലാ വശങ്ങളെയും സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചു. പാർട്ടിയാകെ ഒറ്റക്കെട്ടായി കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാൻ, നമ്മൾ മുന്നോട്ടേക്ക് വെച്ച നവകേരളം സൃഷ്ടിക്കാൻ, ഒരു പുതിയ രാജ്യവും ഒരു പുതിയ ലോകവും സൃഷ്ടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ പ്രത്യയശാസ്ത്രവും അർത്ഥശാസ്ത്രവും ദർശനവും എല്ലാം ചേർത്തുകൊണ്ട് അതിശക്തിയായിട്ടുള്ളൊരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകും. ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിയാത്മകമായ ഏറ്റവും ശരിയായ വിമർശനങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ കാണുക എന്നുള്ളതാണ്. ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അംഗീകരിക്കും. വിമർശനാത്മകമായി കാണേണ്ടതിനെ വിമർശനാത്മകമായിട്ട് മുന്നോട്ടേക്ക് വെക്കുകയും ചെയ്യും, കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സൈഫ് സൈനുൽ ആബ്ദീനും വിശദാംശങ്ങളുമായി. സൈഫ്, ഇതിപ്പോ ഈ ജില്ലാ നേതൃയോഗങ്ങൾക്ക് മുന്നോടിയായി മുമ്പേ തന്നെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുകയാണ് പാർട്ടിക്കെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ പൂർത്തിയായത്. അതിലൊക്കെ വലിയ വിമർശനങ്ങളാണ് പിണറായി വിജയനെ വീണ്ടും LOP ആയി തെരഞ്ഞെടുത്തതിന് നേരിടേണ്ടി വരുന്നത്. ഒപ്പം MV ഗോവിന്ദനെ സെക്രട്ടറിയായി തുടരുന്നതിലും കാര്യമായ അമർശമുണ്ട്. അപ്പോൾ ഇതുവരെ പൂർത്തിയായ 10 ജില്ലാ കമ്മിറ്റി യോഗങ്ങളും പൂർണ്ണമായും പിണറായി വിജയനെ LOP ആക്കുന്നതിലും MV ഗോവിന്ദനെ സെക്രട്ടറിയാക്കി തുടരുന്നതിലും കാര്യമായ എതിർപ്പ് ഉന്നയിക്കുകയാണോ? ശൈലി മാറ്റണമെന്ന് ഉന്നയിച്ചത് ഏതൊക്കെ ജില്ലാ ഘടകങ്ങളാണ്? ഇനി ഏതൊക്കെ ജില്ലകളിലാണ് സമ്മേളനം പൂർത്തിയാകാനുള്ളത്? നാല് ജില്ലകളുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് നാളെയുമായിട്ടാണ്. ഇന്നലെ സെക്രട്ടേറിയറ്റ് പൂർത്തിയായി. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി നടക്കാനുണ്ട്. മലപ്പുറത്ത്, വയനാട്, ഇടുക്കിയിൽ ഈ 3 ജില്ലകളിൽ കൂടി പൂർത്തിയാകാൻ ഉണ്ട്. ബാക്കി എല്ലാ ജില്ലകളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും നേതൃത്വം തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നത്. അങ്ങനെയാണ് തുറന്ന് സംസാരിക്കാനുള്ള അനുവാദം ഞങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അണികൾ തുറന്ന് സംസാരിക്കും. ഇതുവരെ അവർ തുറന്ന് സംസാരിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും പേരെടുത്തുള്ള വിമർശനം തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ സോവിയറ്റ് റഷ്യയുടെ ഒരു കഥയുണ്ട്. സോവിയറ്റ് റഷ്യ, ഗോർബച്ചവ് ഗ്ലാസ്നോസ്റ്റ് നടപ്പാക്കിയിട്ടുണ്ട്. സോവിയറ്റ് റഷ്യയുടെ അവസാന കാലങ്ങൾ തുറന്നു പറയാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതോടുകൂടിയാണ് ആ ഭരണം ഇല്ലാതായി പോയത്. സോവിയറ്റ് റഷ്യ ഇല്ലാതായി പോയത്, അവിടുത്തെ USSR ഇല്ലാതായി പോയത്. അങ്ങനെ തുറന്നു പറയാനുള്ള അവസരം പാർട്ടിക്ക് കൊടുക്കുമ്പോൾ തുറന്നിങ്ങനെ അടിക്കുകയാണ് അണികൾ. തുറന്നടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വത്തിനെതിരെ പേരെടുത്തുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. പിണറായി വിജയനെതിരെ പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MV ഗോവിന്ദൻ്റെ പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. MV ഗോവിന്ദനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും നടത്തിയ പോലെ അല്ല അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ. പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മറുപടി കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തുകയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നൊരു രീതിയുണ്ട്, ഒരു ടാക്റ്റിക്കൽ രീതിയുണ്ട്. ആ രീതി പിന്തുടരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം, MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. ഒരു ലോക്കൽ നേതാവ് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൻ്റെ ഗുണം പോലും ആ വാർത്താ സമ്മേളനങ്ങൾക്കില്ല എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനം തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. ഇത് കുടുംബസ്വത്താണോ എന്ന് ചോദിച്ച ചില അംഗങ്ങൾ പോലും ഉണ്ട്. പാർട്ടി എന്ന് പറയുന്നത് കുടുംബസ്വത്താണോ എന്ന് ചോദിച്ച ചില അംഗങ്ങൾ പോലുമുണ്ട്. അങ്ങനെ ചില വിമർശനങ്ങൾ അതിനകത്ത് പാർട്ടി ജില്ലാ നേതൃയോഗങ്ങളിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായി വിജയനെ LOP ആക്കിയതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത്. പിണറായി വിജയനെതിരായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പിണറായി വിജയനെതിരായ തിരഞ്ഞെടുപ്പ് വികാരമുണ്ടായപ്പോൾ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് വെക്കേണ്ടതില്ല, പുതിയ ആളെ കണ്ടെത്തുകയാണ് വേണ്ടത്. രണ്ടാം നിര എന്തായാലും അതിനകത്ത് ഉയർന്നു വരണം. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം പോലും ഉയർന്നു വന്നു. കൊല്ലം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത വിമർശനങ്ങളാണ് ഉണ്ടായത്. നേതൃത്വം അതിനകത്ത് കേട്ടിരിക്കുകയല്ലാതെ മറ്റു മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വം അതാത് വിമർശനങ്ങൾക്ക് അതാത് കമ്മിറ്റികളിൽ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. അവർ മറുപടി പറയുന്നത് പിന്നീടായിരിക്കും, ഏറ്റവും ഒടുവിലായിരിക്കും അതിനകത്ത് മറുപടി ഉണ്ടാവുക. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കഴിയുന്നു, അതിനുശേഷം ഏരിയ കമ്മിറ്റിയിലേക്ക് വരും, പിന്നീട് ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരും, പിന്നീട് ബ്രാഞ്ചിലേക്ക് വരും. ഇവിടെ നിന്ന് അത് തിരികെ പോകും. അങ്ങനെയാണ് ഈ ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം ഉള്ളത്.
ജൂൺ മാസം 6-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റും ജൂൺ മാസം 7-8 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. അതിലാണ് തിരുത്തൽ എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മളെങ്ങനെ തോറ്റു എന്ന് പാർട്ടി പരിശോധിച്ച് അതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുന്നത് അടുത്ത മാസം 3 ദിവസം നടക്കുന്ന നേതൃയോഗങ്ങളിലായിരിക്കും. അതിനുശേഷമായിരിക്കും പ്ലീനം വിളിക്കാൻ വേണ്ടിയുള്ള ആലോചന. പ്ലീനം വിളിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്ലീനം വിളിക്കാനുള്ള ആലോചനയുണ്ട്. എന്തായാലും ഈ 2 പേർക്കും എതിരായ വിമർശനങ്ങളുണ്ട്. ഈ പാർട്ടി അണികളുടെ വിമർശനം കണക്കിലെടുത്തുകൊണ്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറാൻ സ്വയം സന്നദ്ധനാകുമോ, എം.വി. ഗോവിന്ദൻ മാറി നിൽക്കാൻ സന്നദ്ധനാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടേണ്ടതുണ്ട്. എന്തായാലും വിമർശനങ്ങൾക്ക് ഒരു പരിധി വെച്ചിട്ടില്ല അംഗങ്ങൾ. അത് പറയേണ്ട രീതിയിൽ ഇത്രയും കഴിഞ്ഞ 10 വർഷം അവർ പറഞ്ഞിട്ടുണ്ടായില്ല എന്നുള്ളതാണ് ഈ പാർട്ടിക്ക് നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാൻ കിട്ടിയ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃയോഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. താഴേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കൂടും. യെസ്, സൈനുൽ ആബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.